Hello മക്കളെ, അപ്പോൾ നമ്മളുടെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് അല്ലെങ്കിൽ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ എക്സാമിന് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതും ആൻഡ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ഈ കംപ്ലീറ്റ് ചാപ്റ്റർ എൻ്റെ മക്കൾക്ക് മിസ് പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ എക്സാമിന് വരുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമ്മളിത് ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസിൽ ആദ്യം തന്നെ കുറച്ച് ടേംസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹെറിഡിറ്റി, പാരമ്പര്യം. നമുക്ക് പാരൻസിൽ നിന്ന് നമ്മളിലേക്ക് കിട്ടുന്ന, മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സാണ്. ആൻഡ് എന്താണ് വേരിയേഷൻ? പാരൻസിൽ ഇല്ലാത്ത ചില ഫാക്ടേഴ്സ് നമുക്ക് കിട്ടും, ചില ക്യാരക്ടേഴ്സ്, ചില സ്വഭാവങ്ങൾ നമുക്ക് കിട്ടും. അതിന് നമ്മൾ വേരിയേഷൻ എന്ന് പറയും. ആൻഡ് ജനറ്റിക്സ് എന്താണ്? ഇതിനെ രണ്ടിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയുടെ ഒരു ഭാഗമാണ്, ഒരു ശാഖയാണ്. ഓക്കെ, വേരിയേഷനെ കുറിച്ചും ഹെറിഡിറ്റിനെ കുറിച്ചും പഠിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ബേസ്മെൻറ്റ് ഇട്ട് തന്ന ആളാണ് നമ്മളുടെ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഗാർഡൻ പീയിൽ, പയറ് ചെടിയിൽ, തോട്ടപ്പയർ ചെടിയിലെ 7 ക്യാരക്ടേഴ്സ് എടുത്തു അല്ലേ? പല ക്യാരക്ടേഴ്സ് എടുത്തു. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 7 ക്യാരക്ടേഴ്സ് അദ്ദേഹം എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു. ചെടിയുടെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, പൂവിൻ്റെ കളറ്, വിത്തിൻ്റെ ആകൃതി, അങ്ങനെ 7 ക്യാരക്ടേഴ്സും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയ്റ്റ്സും എടുത്തു. ഇപ്പോൾ ഒന്ന് നീളം കൂടിയതാണ്, ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിൽ നീളം കൂടിയത്, നീളം കുറഞ്ഞത്, അങ്ങനെ വിപരീത ഗുണങ്ങളുള്ള കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ഉള്ള 7 പെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സാണ് അദ്ദേഹം എടുത്തത്. എന്നിട്ട് അദ്ദേഹം എന്ത് നടത്തി? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് നടത്തി, വർഗ്ഗസങ്കരണം നടത്തിയിട്ട് അദ്ദേഹം കുറേ നിയമങ്ങൾ, ലോസ് ഫോർമുലേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളുടെ മെൻഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാദർ ഓഫ് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ അദ്ദേഹത്തിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്രോസ് ആണ് ഇത്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ് മക്കളെ. അപ്പോൾ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതും. ചിലപ്പോൾ അത് ഇവിടെ എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ക്യാപിറ്റൽ ടി ഉയരം കൂടിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും കൂടി വർഗ്ഗസങ്കരണം നടത്തുമ്പോൾ നമുക്ക് ഗ്യാമേറ്റ്, ഒരു ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഉയരം കൂടിയ ചെടിയാണ് പുറമേ കണ്ടത് അല്ലേ? അപ്പോൾ 2 ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ്, 2 ഡിഫറെൻറ്റ് സ്വഭാവങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് പുറത്തേക്ക് കാണുക, ഏതെങ്കിലും ഒന്ന് മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ പുറത്തേക്ക് കാണുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറെ നമ്മൾ എന്ത് പറയും? ഡോമിനൻറ്റ് ട്രെയ്റ്റ് അല്ലെങ്കിൽ പ്രകട ഗുണം എന്ന് പറയും. കാണാത്ത, പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടറെ നമ്മൾ എന്ത് പറയും? റെസസീവ് ട്രെയ്റ്റ് അല്ലെങ്കിൽ ഗുപ്ത ഗുണം എന്ന് പറയും. ഇതിൽ നമ്മളുടെ നീളം കൂടിയ ചെടി, ഇതാണ് നമ്മളുടെ പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനൻറ്റ് ട്രെയ്റ്റ്. ഇതാണ് നമ്മളുടെ റെസസീവ് ട്രെയ്റ്റ് അല്ലെങ്കിൽ ഗുപ്ത ഗുണം. അത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഏതാണ് ഡോമിനൻ്റ്, ഏതാണ് റെസസീവ്. 1ാം തലമുറയിൽ നമുക്ക് കിട്ടിയത് എന്താണ്? 1ാം തലമുറയിൽ കിട്ടിയവരെല്ലാവരും നീളം കൂടിയ ചെടികളാണ്. ഇതും ചോദിക്കാറുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ എന്താണ് എലീൽസ്? ഒരു ജീനിനെ കൺട്രോൾ ചെയ്യാൻ എന്തുണ്ടാകും? ജീനിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണല്ലേ. ഇപ്പം നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടി ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ്, നമ്മുടെ മെൻഡൽ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് എന്താണ്? ഇതാണ് ഒരു ജീനിന് എന്നെങ്കിൽ അതിന് 2 എലീൽസ് ഉണ്ടാകും. ഓക്കെ, സോ ഒരു ജീനിൻ്റെ 2 ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ജീനിൻ്റെ 2 ഡിഫറെൻറ്റ് ഫോംസ്, നീളം കൂടിയ ഫോമും നീളം കുറഞ്ഞ ഫോംസും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലീലുകൾ എന്ന് പറയുന്നത്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകും. ഇതിന് നമ്മൾ എന്ത് പറയും? അലീലുകൾ എന്ന് പറയും. അങ്ങനെ നമ്മളുടെ മെൻഡലിന് സങ്കടമായി. എന്തുകൊണ്ടാണ് F1 1ാം തലമുറയിൽ കണ്ട ആൾക്കാരെ, 1ാം തലമുറയിൽ എല്ലാം നീളം കൂടിയ ആൾക്കാർ എന്തുകൊണ്ടാണ് നീളം കുറഞ്ഞ റെസസീവ് ട്രെയ്റ്റ് എന്താ വരാത്തത് എന്ന് മെൻഡലിന് സങ്കടമായി. അപ്പോൾ മെൻഡൽ എന്ത് ചെയ്തു? ഒന്നും കൂടെ അവരെ സ്വപരാഗണം നടത്തി അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടത്തി. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടത്? ഇതേപോലെ തന്നെ എക്സാമിന് ചോദിക്കൂട്ടോ, ഇവിടെ എന്താണ് എഴുതുക എന്നുള്ളത്. ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3/4 ഭാഗവും നമുക്ക് ടോളും 1% നമുക്ക് എന്ത് കിട്ടി? അല്ലെങ്കിൽ ഇപ്പം 4 ആണെങ്കിൽ 4ൽ 3 ഭാഗം നീളം കൂടിയതും 1 നീളം കുറഞ്ഞത് കിട്ടി. അപ്പം മെൻഡലിന് സന്തോഷമായി. 1 നീളം കുറഞ്ഞത് വന്നല്ലോ, 3:1 റേഷ്യോയിൽ നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ മെൻഡൽ വെച്ച് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഗ്യാമീറ്റുകൾ, ബീജകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അലീലുകൾ സ്വതന്ത്രമായിട്ട് വേർപിരിയുന്നുണ്ട്, അവർ കൂടിക്കലരുന്നില്ല. അങ്ങനെ സ്വതന്ത്രമായിട്ട് വേർപിരിയുന്നതുകൊണ്ടാണ് നമുക്ക് 2ാം തലമുറയിൽ ആരെ കിട്ടിയത്? റെസസീവ് ട്രെയ്റ്റ് അല്ലെങ്കിൽ ഗുപ്ത ഗുണത്തിനെ കിട്ടിയെന്ന് മെൻഡൽ പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മളുടെ മെൻഡൽ എന്ത് ചെയ്തു? ഇതൊരു ഹരായി തുടങ്ങിയപ്പോൾ മെൻഡൽ രണ്ടാമതായിട്ട് 2 ക്യാരക്ടേഴ്സ് എടുത്തു. ആദ്യം നീളം എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രം, രണ്ടാമത്തെ മെൻഡൽ എടുത്തു 2 പെയർ ഓഫ് ക്യാരക്ടേഴ്സ് എടുത്തു. വിത്തിൻ്റെ ആകൃതിയും അതുപോലെ തന്നെ ഹൈറ്റും എടുത്തു. ഇവിടെ എൻ്റെ മക്കളോട് എക്സാമിന് നമ്മളോട് ഇവിടം വരെ ചോദിക്കാറുള്ളൂ, F1 ജനറേഷൻ വരെ ചോദിക്കാറുള്ളൂ. അപ്പോൾ 1ാം തലമുറയിൽ കിട്ടിയത് എന്താണ്? ടോളായിട്ടുള്ള റൗണ്ട് സീഡാണ്. ഇത് രണ്ടും എന്താണ്? ഡോമിനൻറ്റ് ട്രെയ്റ്റ് ആണ് അല്ലെങ്കിൽ
പ്രകട ഗുണങ്ങളാണ്. അതാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ ഗ്യാമേറ്റുകൾ എഴുതാൻ പറയും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്യാമേറ്റുകൾ ഏതാ വരിക? ഇത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്യാമേറ്റുകൾ ഏത് വരും? ഇത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇത് കിട്ടും. ഓക്കെ, അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ രണ്ടാം തലമുറയുടെ ക്രോസ് ഒരിക്കലും എൻ്റെ കുട്ടികളോട് എഴുതാൻ വേണ്ടി പറയാറില്ല. പകരം ഗ്യാമേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. എങ്ങനെയാണ് നമ്മൾ ഗ്യാമേറ്റ് എഴുതാം? വളരെ സിമ്പിളായിട്ട് ആദ്യം ക്യാപിറ്റൽ ടി എഴുതുന്നു, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഇത് നമ്മൾ സ്മോൾ ടി എഴുതുന്നു, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി എഴുതുന്നു, സ്മോൾ ആർ. 4 ഡിഫറെൻറ്റ് ഗ്യാമേറ്റ്സ് ആണ്. ഇതാണ് നമ്മളുടെ രണ്ടാം തലമുറയിൽ നമുക്ക് കിട്ടുന്ന ഗ്യാമേറ്റ്സ്. ഡൈ ഹൈബ്രിഡ് ക്രോസിൽ 2 വ്യത്യസ്ത സ്വഭാവങ്ങൾ എടുത്തിട്ടുള്ള ക്രോസിൽ നമുക്ക് കിട്ടുക. ഇതിൽ തന്നെ നമുക്ക് എന്താണ്, പാരൻസിന് ഇല്ലാത്ത 2 സ്വഭാവങ്ങൾ നമ്മളിവിടെ കണ്ടു അല്ലേ? ഓക്കെ, പാരൻസിന് ഇല്ലാത്ത 2 സ്വഭാവങ്ങൾ ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, പാരൻസിനുള്ള സ്വഭാവത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് എഴുതിയാൽ മതി. ഇത് നമ്മളുടെ പാരൻ്റാണ്, ഇത് നമ്മളുടെ പാരൻ്റാണ്. ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് എഴുതിയാൽ തന്നെ നമുക്ക് പാരൻസിന് ഇല്ലാത്ത 2 പുതിയ സ്വഭാവങ്ങൾ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഉയരം കൂടിയത് ഉരുണ്ട വിത്തും ചുളുങ്ങിയ വിത്തും ഉയരം കുറഞ്ഞതുമാണ് പാരൻസ് എങ്കിൽ ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത്, ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ക്യാരക്ടേഴ്സിനെ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമുക്ക് പഠിക്കാനുള്ളതിൽ എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് നമ്മളുടെ DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ അല്ലെങ്കിൽ DNA-യുടെ ചുറ്റുകോമണി മാതൃക. അതാരാണ് നമുക്ക് പ്രപ്പോസ് ചെയ്തത്? നമ്മളുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ഈ 2 പേരുടെ പേര് ഓർത്തു വെക്കുക. പിന്നെ നമ്മളുടെ DNA ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് യൂണിറ്റ്, അടിസ്ഥാന ഘടകം എന്താ മക്കളെ? ന്യൂക്ലിയോടൈഡാണ്. കുറേ ന്യൂക്ലിയോടൈഡുകൾ ചേർത്ത് വെച്ചാണ് DNA ഉണ്ടായത്. അപ്പോൾ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഫോസ്ഫേറ്റ്, ഒരു പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ മോളിക്യൂൾ, പിന്നെ ഒരു നൈട്രജൻ ബേസ്. ഓക്കെ, ഇതിൽ തന്നെ നൈട്രജൻ ബേസിൻ്റെ ബോണ്ടിങ് സ്പെസിഫിക് ആണ്. എഡിനിൻ എപ്പോഴും തൈമിൻ്റെ കൂടെ, ആൻഡ് നമ്മളുടെ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിൻ്റെ കൂടെ അല്ലേ? ഇത് തിരിച്ചും എഡിനിനും തൈമിനും ആണെങ്കിൽ ഡബിൾ ബോണ്ട്, സൈറ്റോസിനും ഗ്വാനിനും ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. DNA-യിൽ മാത്രം ഉള്ളതാണ് തൈമിൻ. RNA-യിലാണെങ്കിലോ തൈമിന് പകരം യുറാസിലാണ്. RNA-ക്ക് സിംഗിൾ സ്ട്രാൻഡാണ്, ഇത് ഡബിൾ സ്ട്രാൻഡാണ്. ഓക്കെ, ഇങ്ങനത്തെ ചില വ്യത്യാസങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമ്മളുടെ RNA-യുടെ കാര്യം, DNA-യുടെ കാര്യം, പിന്നെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രം ആണ് ഇത്. എങ്ങനെയാണ് ജീനിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണം എങ്ങനെയാണ്? ഇവിടെ നമ്മൾ 3 തരം RNA-കൾ അറിയണം. mRNA, tRNA, rRNA. mRNA മെസ്സഞ്ചർ RNA, DNA-യിൽ നിന്ന് മെസ്സേജുകൾ, സന്ദേശങ്ങളെ കോപ്പി ചെയ്ത് പകർത്തി കൊണ്ടുവരുന്ന ആളാണ്. tRNA അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അങ്ങോട്ടേക്ക് എത്തിക്കുന്ന ആളാണ്. റൈബോസോമൽ RNA, rRNA റൈബോസോമുമായിട്ട് ചേർന്ന് കാണുന്ന ആളാണ്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്സ് എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്? എക്സാമിന് എന്ത് ചോദിക്കാറുണ്ടെന്ന് അറിയാവോ? ഇതെന്താണ് അല്ലെങ്കിൽ ഇതെന്താണ്, ഇതെന്താണ്, ഇങ്ങനെ ABCD ഒക്കെ മാർക്ക് ഇട്ടിട്ട് ചോദിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ സ്റ്റേജ്, ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് mRNA ആണ്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും റൈബോസോമാണ്, ഇത് tRNA ആണ്. എന്താണ് ആ സ്റ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഓർഡറിൽ എൻ്റെ മക്കൾക്ക് സ്റ്റേജ് എഴുതാൻ അറിയണം. ജസ്റ്റ് കണ്ണു പൂട്ടിയിരുന്ന് ഇങ്ങനെ ആലോചിച്ചാൽ കിട്ടും. ആദ്യം നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA-യിൽ നിന്ന് mRNA ഉണ്ടാവും. mRNA ന്യൂക്ലിയസിന് പുറത്തെത്തും. ഈ mRNA റൈബോസോമിൽ പോയിട്ട് ബന്ധിക്കപ്പെടും. റൈബോസോമിലേക്ക് ആര് കൊണ്ടുവരും? അമിനോ ആസിഡ്സിനെ tRNA കൊണ്ടുവരും. അപ്പോൾ tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടും. സിമ്പിൾ. ഇതിങ്ങനെ ഫ്ലോ ചാർട്ടായിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കും. ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് എന്നൊക്കെ തരും, നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡർ ആക്കാൻ പറയും. പല തരത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ ക്രോമസോംസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് എത്രയുണ്ട്? ടോട്ടൽ 46 ക്രോമസോമാണ് മനുഷ്യന്മാർക്കുള്ളതെങ്കിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോം, 2 എണ്ണം സെക്സ് ക്രോമസോമുകൾ അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകളാണ്. ഈ ലിംഗനിർണയ ക്രോമസോമുകളിൽ ഫീമെയിലിന് അല്ലെങ്കിൽ പെണ്ണിനാണെങ്കിൽ XX-ഉം മെയിൽസിന് അല്ലെങ്കിൽ ആണിനാണെങ്കിൽ XY-യും ഉണ്ട്. അപ്പം മെയിൽസിന് എന്താണ്? ലിംഗനിർണയ ക്രോമസോമുകൾ രണ്ടും വേറെ വേറെയാണ്. പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്താണ്? ഒരേപോലെയാണ്. അപ്പം മെയിൽസിന് ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. X-ഉം ഉണ്ട്, Y-യും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും മെയിൽസ് ആണെങ്കിൽ ഫാദറാണ് കുഞ്ഞു വാവയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രോസ് ആണ്. അപ്പം അച്ഛന് നമുക്ക് XY ഉണ്ടെന്ന് കരുതാം, അമ്മയ്ക്ക് XX ആണെന്നുണ്ടെങ്കിൽ ആരാണ്? ഇത് രണ്ടും കൂടിയാണെങ്കിൽ കുഞ്ഞുവാവ പെണ്ണ്, ഇത് രണ്ടും കൂടിയാണെങ്കിൽ പെണ്ണ്, ഇത് രണ്ടും കൂടിയാണെങ്കിൽ ആണ്, ഇത് രണ്ടും കൂടിയാണെങ്കിൽ ആണ്. സോ അച്ഛൻ്റെ Y ക്രോമസോമാണ് എന്ത് ചെയ്യുന്നത്? കുട്ടിയുടെ ലിംഗം നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇങ്ങനെ തന്നിട്ട് ചോദിക്കും ഇതിലേതാണ് കുഞ്ഞുവാവയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണാണോ ആണാണോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്യാമേറ്റ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ 44 + XX ആണ് ഫീമെയിൽ എങ്കിൽ ഇവരുടെ ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണ്? 22 + X-ഉം 22 +
എക്സും. ആൻഡ് 44 പ്ലസ് എക്സ് വൈ ആണ് മെയിൽസ് എങ്കിൽ ഇവരുടെ ഗ്യാമേറ്റ്സ് 22 പ്ലസ് എക്സും 22 പ്ലസ് വൈയും. ഓക്കെ, ഇതും എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ്, വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും ബീജസങ്കലനം നടക്കുമ്പോൾ അലീലുകൾക്കുണ്ടാവുന്ന ചേർച്ചയിലുള്ള വ്യത്യാസം. അത് നമുക്കൊരു വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ക്രോസിങ് ഓവർ അല്ലെങ്കിൽ ക്രോമസോമുകളുടെ മുറിഞ്ഞു മാറ്റം. നമ്മളുടെ 2 ക്രോമസോമുകൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ട് അവരുടെ DNA എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. അപ്പോൾ DNA-ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ ഉള്ളിൽ DNA-യുടെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ DNA-യുടെ അറേഞ്ച്മെൻറ്റിൽ ഇങ്ങനെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജീൻസ് വെൻ ദീസ് ക്രോമസോംസ് ആർ ട്രാൻസ്ഫേർഡ്. ക്രോമസോംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ, ജീൻസിലുള്ള ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരും. ഓക്കെ, ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം വരും. ഇത് നമുക്ക് എന്ത് ചെയ്യും, വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനം ഉണ്ടാക്കും. മൂന്നാമത് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ പെട്ടെന്നുണ്ടാകുന്നത്, ആകസ്മികമായിട്ടുണ്ടാകുന്നതും ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ളതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആകാം, ചില കെമിക്കൽസ് ആവാം, റേഡിയേഷൻസ് ആകാം, വികിരണങ്ങളാവാം, ചില പ്രത്യേക രാസവസ്തുക്കൾ DNA ഇരട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന തകരാറുകളാകാം. പിന്നെ നമ്മളുടെ സെക്സ് ഡിറ്റർമിനേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതെ XY ക്രോമസോമാണ് എന്ത് ചെയ്യുന്നത്, സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ കളർ, നമ്മൾക്ക് ഡാർക്ക് സ്കിൻ ആവാനും ലൈറ്റ് സ്കിൻ ആവാനായിട്ടുള്ള കാരണം എന്താ, നമ്മളുടെ ബോഡിയിലുള്ള മെലാനിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഇതിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡാർക്ക് സ്കിൻ ആവും, കുറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് സ്കിൻ ആവും. ദിസ് ഈസ് എൻ അഡാപ്റ്റേഷൻ മാത്രമാണ്. നമ്മൾക്ക് സൂര്യൻ്റെ അടിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അഡാപ്റ്റേഷനാണ്. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ ചാപ്റ്ററിൽ. ഈ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എല്ലാ ചോദ്യങ്ങളും എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലിയർ ആയി, മനസ്സിലായി, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം.